ഈ ലോകത്ത് ആരും പൂർണ്ണരല്ല. ആളുകളുടെ തെറ്റുകൾക്ക് നിങ്ങൾ അവരെ ഒഴിവാക്കിയാൽ ഈ ലോകത്ത് നിങ്ങൾ പിന്നെ ഒറ്റയ്ക്കാവും. പൂർണ്ണത കൈവരിച്ച ഏതെങ്കിലും മനുഷ്യർ ഭൂമിയിൽ ജന്മമെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം എല്ലാ മനുഷ്യരും ജനിച്ചവരായിക്കൊള്ളട്ടെ, മരിച്ചവരായിക്കൊള്ളട്ടെ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരായിക്കൊള്ളട്ടെ, ഇന്ന് ജനിക്കാൻ ഇരിക്കുന്നവരായിക്കോട്ടെ, ആരും പൂർണ്ണരല്ല. സംപൂജ്യനായ, ആരാധ്യനായ, ബഹുമാന്യനായ എന്നൊക്കെയുള്ള വിശേഷണങ്ങളുടെ പഴയ നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ട്. അതൊക്കെ അവരുടെ സ്ഥാനമാനങ്ങളുടെ വലിപ്പച്ചെറുപ്പം അനുസരിച്ച് ആളുകൾ അത്തരക്കാരെ ആദരിക്കാൻ ചേർക്കുന്ന വിശേഷങ്ങളാണ്. ഇത് ഭാരത സംസ്കാരത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെ വിളിച്ചൊന്നാണ് എന്നറിയാമല്ലോ. ആളുകളെ പരസ്പരം ബഹുമാനിക്കാൻ ശീലിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. പറഞ്ഞു വരുന്നത്, എത്ര ഉന്നത പദവികൾ അലങ്കരിക്കുന്നവർ ആയിക്കൊള്ളട്ടെ, സാമ്പത്തികമായി ഔന്നത്യത്തിൽ നിൽക്കുന്നവരായിക്കോട്ടെ, മനസ്സാ വാച കർമ്മണ തെറ്റുകൾ ചെയ്യാത്തവരായി ഈ ലോകത്ത് ആരുമില്ല. ഇതറിയണമെങ്കിൽ നമ്മുടെ ചുറ്റും നോക്കിയാൽ മതി. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നവർ വളരെ വിരളമാണ്. സാഹചര്യങ്ങളാണ് മനുഷ്യരെ തെറ്റിലേക്ക് നയിക്കുന്നതും തെറ്റായി ചിന്തിപ്പിക്കുന്നതും. മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പ് നമ്മുടെ തെറ്റുകളെ നമ്മുടെ മുമ്പിൽ നിന്ന് മായ്ക്കാൻ പറ്റിയാൽ മാത്രമേ അന്യരെ വിധിക്കാൻ നമുക്ക് അവകാശമുള്ളൂ എന്നറിയാമല്ലോ. മറ്റുള്ളവരെ അവരുടെ തെറ്റുകളുടെ പേരിൽ അവരെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ഈ ലോകത്ത് നമുക്കൊക്കെ പിന്നെ എന്നും ഒറ്റയാനായി നിൽക്കേണ്ടി വരും. അതേസമയം നിരന്തരം തെറ്റുകൾ ആവർത്തിക്കുന്ന, നാടിനും വീടിനും സമൂഹത്തിനും കളങ്കമായി മാറുന്ന ആളുകളോട് ഒരു പരിധി കവിഞ്ഞ് വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയാണ് ഉത്തമം എന്നും സൂചിപ്പിക്കട്ടെ. ശുഭദിനം.